ഹിസ്റ്ററി ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ BA ഹിസ്റ്ററിയുടെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ഒരു പേപ്പറാണ് ആൻഷ്യൻ സിവിലൈസേഷൻസ് എന്നുള്ളത്. അതിൻ്റെ ഫസ്റ്റ് ബ്ലോക്കാണ് നമ്മൾ നോക്കുന്നത്, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. ഈ ഒരു ബ്ലോക്കിൽ ഫസ്റ്റ് യൂണിറ്റാണ് റിവർ സിസ്റ്റം ആൻഡ് ജിയോഗ്രഫി. ഇവിടെ ഇതിൻ്റെ ആദ്യ ഭാഗത്ത് the term civilization is generally defined as an advanced state of a human society containing gradually or highly developed forms of government, culture, industry and common social norms. The settled social life was considered to be the initial form of civilization. The earliest civilizations formed on the fertile river plains. River valleys were striking locations for settled life because they provided a steady supply of drinking water and made the land fertile for growing crops. The river Nile supported and allowed life for the early Egyptians. The earliest inhabitants of the Nile Valley found that the river provided many sources of food. More importantly, the river's annual flooding ensured reliable and rich crop-growing soil. With the use of animals and irrigation, agriculture was born, which paved the way for the emergence of Egyptian civilization. In this section, let us discuss the emergence, growth and development of earliest river valley civilization. The unit is about the river system and geography of Egypt as a background to study Egyptian civilization. Geography and climate are determining factors in defining culture and civilization. Being one of the ancient civilizations in the world, the role of the river Nile is strategic in shaping the life of ancient men in that region. നാഗരികത എന്ന പദം പൊതുവെ നിർവചിക്കപ്പെട്ടിരിക്കുന്നത് മനുഷ്യ സമൂഹത്തിൻ്റെ വികസിത രാഷ്ട്രം, ഭരണകൂടം, സംസ്കാരം, വ്യവസായം, പൊതു സാമൂഹിക മാനദണ്ഡങ്ങൾ എന്നിവയുടെ ക്രമാനുഗതമോ ഉയർന്നതോ ആയിട്ടുള്ള രൂപങ്ങളെയാണ് ഉൾക്കൊള്ളുന്നത്. അതായത് മനുഷ്യ സമൂഹത്തിൻ്റെ വികസിതമായിട്ടുള്ള ഒരു രാഷ്ട്രം, ഭരണകൂടം, സംസ്കാരം, വ്യവസായം, പൊതു സാമൂഹിക മാനദണ്ഡങ്ങൾ ഇതെല്ലാം ഒത്തിണങ്ങുമ്പോഴാണ് ഒരു സംസ്കാരം എന്ന രീതിയിലേക്ക് വളരുന്നത്. ഒരു സ്ഥിരതയുള്ള സാമൂഹിക ജീവിതത്തിലേക്ക് മനുഷ്യരെത്തിപ്പെടുമ്പോൾ ഏറ്റവും ഉന്നതമായിട്ടുള്ളൊരു സംസ്കാരം രൂപപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആദ്യകാല നാഗരികതകളെല്ലാം തന്നെ ഉയർന്നു വന്നിരിക്കുന്നത് നദീതടങ്ങളിലാണ്. ഹാരപ്പൻ സിവിലൈസേഷൻ ആയാലും മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ആയാലും അതുപോലെ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ആയാലും ഏത് മഹത്തായ സംസ്കാരങ്ങളെ നമ്മൾ നോക്കുമ്പോഴും അതെല്ലാം ഉയർന്നു വന്നിട്ടുള്ളത് വിവിധ നദീതടങ്ങളിലാണ്. കാരണം കൃഷിയെ ആസ്പദമായിട്ടാണ് സംസ്കാരങ്ങൾ വളർന്നു വന്നിരിക്കുന്നത്. കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് നദീതടങ്ങളിലാണുള്ളത്. നദീതടങ്ങളിലെ ഫലഭൂയിഷ്ഠമായ മണ്ണിൽ കൃഷി ആരംഭിക്കുകയും ഈ കാർഷിക പുരോഗതി പിന്നീട് ഒരു സംസ്കാരത്തിൻ്റെ വളർച്ചയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ നൈൽ നദിയുടെ തീരത്ത് വളർന്നു വന്ന ഒരു മഹത്തായ സംസ്കാരമാണ് ഈജിപ്ഷ്യൻ സംസ്കാരം. നൈലിൻ്റെ താഴ്വരയിലുള്ള ആദ്യകാല നിവാസികൾ നദി അവരുടെ പ്രധാന ഭക്ഷണ സ്രോതസ്സായിട്ട് കണ്ടു. നദിയിൽ വർഷം തോറും ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം, അത് വഹിച്ചു കൊണ്ടുവരുന്ന വളക്കൂറുള്ള മണ്ണ് ആ പ്രദേശത്തിന് കൃഷിക്ക് അനുയോജ്യമാക്കി മാറ്റി. ഇത്തരത്തിൽ വളർന്നു വന്ന കാർഷിക സമ്പദ് വ്യവസ്ഥ ഒരു സംസ്കാരത്തിൻ്റെ വളർച്ചയിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഈജിപ്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും അതിൻ്റെ കാലാവസ്ഥയും ഏതൊക്കെ തരത്തിലാണ് ഈ ഒരു സംസ്കാരത്തെ സ്വാധീനിച്ചതെന്ന് നോക്കാം. ഈജിപ്ഷ്യൻ ജനതയുടെ സംസ്കാരം രൂപപ്പെടുന്നതിൽ നൈൽ നദിക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ച് വിവരിക്കുന്നു. ഇനി നൈൽ നദിയെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. The river Nile is an international river that covers 11 countries, including the Republic of Sudan, Congo, Kenya, and particularly Egypt. It flows over 6,600 kilometers
until emptying into the Mediterranean Sea, making it one of the longest rivers in the world. The Nile River flows from south to north through eastern Africa. It begins in the river that flows into Lake Victoria, modern day Uganda, Tanzania, and Kenya. The Nile is formed by three prime tributaries: the Blue Nile, the Atbara, and White Nile. It runs through the green basins of Egypt and branches out over fertile soil. The two tributaries, Blue Nile and White Nile, join at the city of Khartoum in Sudan, flow north through Egypt, and finally reach the Mediterranean Sea. West of the Nile is Sahara Desert, the largest desert in the world, and Eastern Desert in the east. 11 രാജ്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ഇൻ്റർനാഷണൽ റിവറാണ് നൈൽ നദി. റിപ്പബ്ലിക് ഓഫ് സുഡാൻ, കോങ്കോ, കെനിയ, പ്രത്യേകിച്ച് ഈജിപ്ത് എന്നിവയുൾപ്പെടെ 11 രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു അന്താരാഷ്ട്ര നദിയാണിത്. മെഡിറ്ററേനിയൻ കടലിലേക്ക് എത്തുമ്പോഴേക്കും ഇതിൻ്റെ നീളം 6600 കിലോമീറ്ററിലധികം നീളമുണ്ട്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദികളിലൊന്നാണ് നൈൽ നദി. നൈൽ നദി തെക്ക് നിന്ന് വടക്കോട്ട് കിഴക്കൻ ആഫ്രിക്കയിലൂടെ ഒഴുകുന്ന നദികളിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്. അതായത് ഇന്നത്തെ ഉഗാണ്ട, ടാൻസാനിയ, കെനിയ എന്നീ പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് വിക്ടോറിയ തടാകം. ഇവിടേക്ക് ഒഴുകുന്ന നദികളിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. 3 പ്രധാനപ്പെട്ട പോഷക നദികൾ ചേർന്നതാണ് നൈൽ നദി. ബ്ലൂ നൈല്, അറ്റ്ബറ, വൈറ്റ് നൈല് എന്നിവയാണ് നൈൽ നദിയുടെ പോഷക നദികൾ. ഇത് ഈജിപ്തിലെ ഹരിതതടത്തിലൂടെ ഒഴുകുകയും ഫലഭൂയിഷ്ഠമായ മണ്ണിന് മുകളിലൂടെ അതിൻ്റെ ശാഖകൾ നൽകുകയും 2 പോഷക നദികളായ ബ്ലൂ നൈലും വൈറ്റ് നൈലും സുഡാനിലെ കാർട്ടൂം നഗരത്തിൽ ചേരുകയും ഈജിപ്തിലൂടെ വടക്കോട്ടൊഴുകുകയും ഒടുവിൽ മെഡിറ്ററേനിയൻ കടലിൽ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയായിട്ടുള്ള സഹാറ മരുഭൂമിയും കിഴക്കൻ മരുഭൂമിയുമാണ് നൈലിൻ്റെ പടിഞ്ഞാറ് ഭാഗം. The river's name Nile originates from the Greek roots Nilos, which means a valley or river valley. According to ancient Egyptians, this northward flowing river was mystery to them, and the Greeks had created floods at the warmest time of the year. They called the river Ar or Or, meaning black, to denote the color of the sediments carried by the river when it is in flood. Another old name, Kem or Kemi, also means black and signifies the darkness of the fund in the river. A society that was among the first to employ systematic cultivation using the plough was on banks of this river. നൈൽ എന്ന പേര് ഉത്ഭവിച്ചിരിക്കുന്നത് നിലോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ്. അതിൻ്റെ ലാറ്റിൻ വേർഷനാണ് ലിലൂസ്. അതായത് താഴ്വര അല്ലെങ്കിൽ നദീതടം എന്നാണ് അർത്ഥം. പുരാതന ഈജിപ്തുകാർ പറയുന്നതനുസരിച്ച് വടക്കോട്ടൊഴുകുന്ന ഈ നദി അവർക്കും ഗ്രീക്കുകാർക്കും ഒരു പ്രധാനപ്പെട്ട നദിയായിരുന്നു. വർഷത്തിലെ ഏറ്റവും ചൂടേറിയ സമയത്താണ് വെള്ളപ്പൊക്കം ക്രിയേറ്റ് ചെയ്യുന്നത്. അവർ നദിയെ ആർ അല്ലെങ്കിൽ ഔർ എന്ന് വിളിച്ചു. കറുപ്പ് എന്നാണ് അർത്ഥം. നദി വെള്ളപ്പൊക്കത്തിലായിരിക്കുമ്പോൾ വഹിക്കുന്ന അവശിഷ്ടങ്ങളുടെ നിറത്തെ സൂചിപ്പിക്കാനാണ് ആർ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. മറ്റൊരു പഴയ പേര് കെം അല്ലെങ്കിൽ കെമി എന്നുള്ളതാണ്. ഇതിൻ്റെ അർത്ഥവും കറുപ്പ് എന്ന് തന്നെയാണ്. നദിയിലെ ഇരുട്ടിനെ സൂചിപ്പിക്കുന്നു. നദി വഹിച്ചു കൊണ്ടുവരുന്ന അതിൻ്റെ ഫണ്ടിൻ്റെ ഇരുട്ടിനെ സൂചിപ്പിക്കുന്നു. കലപ്പ ഉപയോഗിച്ച് ചിട്ടയായ കൃഷി ആദ്യമായിട്ട് ഉപയോഗിച്ച സംസ്കാരമായിരുന്നു ഈജിപ്ഷ്യൻ സംസ്കാരം. Egypt is known as the gift of Nile. Herodotus, the Greek historian and the father of history, rightly regarded this because the people of Egypt are that
must indebted to the river Nile. The Greek civilization owed its survival to the annual flooding of the Nile and resulting depositing of the fertile silt. Have you ever thought about how a river gave birth to civilization? It is true that most of all ancient civilization emerged in the river valleys. There was a sound reason for that. Firstly, the climate, the granite shelter of man became hotter, and gradually they stepped down to the river valley. The ready availability of water, fish for food, and fertile land for growing food crops enabled men to settle in river valleys. നൈൽ നദിയുടെ സമ്മാനം എന്ന പേരിലാണ് ഈജിപ്ത് അറിയപ്പെടുന്നത്. ഗ്രീക്ക് ചരിത്രകാരനും ചരിത്രത്തിൻ്റെ പിതാവുമായിട്ടുള്ള ഹെറഡോട്ടസ് ഈ ഒരു വാദം പേര് ശരിയാണെന്ന് കണക്കാക്കി. കാരണം ഈജിപ്തിലെ ജനങ്ങൾക്ക് നൈൽ നദിയോട് അത്രയധികം കടപ്പാടുണ്ട്. നൈൽ നദിയിലെ വാർഷിക വെള്ളപ്പൊക്കവും ഫലഭൂയിഷ്ഠമായ ചെളിയുടെ നിക്ഷേപവുമാണ് ഗ്രീക്ക് നാഗരികതയുടെ അതിജീവനത്തിലേക്ക് എത്തിക്കുന്നത്. ഒരു നദി എങ്ങനെയാണ് നാഗരികതയ്ക്ക് ജന്മം നൽകിയതെന്ന് നോക്കുമ്പോൾ എല്ലാ പുരാതന നാഗരികതകളും നദീതടങ്ങളിലാണ് ഉയർന്നു വന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന് വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ടായിരുന്നു. ഒന്നാമതായി, മനുഷ്യൻ്റെ ഗ്രാനൈറ്റ് അഭയകേന്ദ്രമായിട്ടുള്ള കാലാവസ്ഥ ചൂട് പിടിച്ച് ക്രമേണ അവർ നദീതടങ്ങളിലേക്ക് ഇറങ്ങി. ജലം, ഭക്ഷണത്തിനുള്ള മത്സ്യം, ഭക്ഷ്യവിളകൾ വളർത്തുന്നതിന് ഫലഭൂയിഷ്ഠമായ ഭൂമി എന്നിവയുടെ ലഭ്യത മനുഷ്യനെ നദീതടങ്ങളിൽ സ്ഥിരതാമസമാക്കാൻ പ്രേരിപ്പിച്ചു. The river Nile was a lifeline as well as base of economic activities of ancient Egypt. Egypt was convened, born, nourished and sustained by the Nile. This river facilitated the growth of the unity of language and culture, which ultimately overshadowed the particular characteristics of each group in Nile Valley. The Nile influenced or affected every aspect of Egyptian life, including science, art, economy, religion, culture and politics. Also, this river gave Egypt its unique features and enduring characteristics. നൈൽ നദി പുരാതന ഈജിപ്തിലെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ജീവനാഡിയും അടിസ്ഥാനവുമായിരുന്നു. നൈൽ നദിയാണ് ഈജിപ്തിനെ ഗർഭം ധരിച്ചത്, അതിനെ പോഷിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്തത്. ഈ നദി ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും ഐക്യത്തിൻ്റെ വളർച്ചയിലേക്ക് സഹായിക്കുന്നുണ്ട്. ആത്യന്തികമായി നൈൽ താഴ്വരയിലെ ഓരോ ഗ്രൂപ്പിൻ്റെയും പ്രത്യേക സവിശേഷതകളെ കാണിക്കുന്നുണ്ട്. ശാസ്ത്രം, കല, സമ്പദ് വ്യവസ്ഥ, മതം, സംസ്കാരം, രാഷ്ട്രീയം എന്നിവ ഉൾപ്പെടെ ഈജിപ്ഷ്യൻ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും നൈൽ സ്വാധീനിക്കുകയോ ബാധിക്കുകയോ ചെയ്യുന്നുണ്ട്. കൂടാതെ ഇന്ന് നിലനിൽക്കുന്ന എല്ലാ സവിശേഷതകൾക്കും കാരണം നൈൽ നദിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത്? റിപ്പബ്ലിക് ഓഫ് സുഡാൻ, കോങ്കോ, കെനിയ, പ്രത്യേകിച്ച് ഈജിപ്ത് എന്നിവ ഉൾപ്പെടെയുള്ള 11 രാജ്യങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു അന്താരാഷ്ട്ര നദിയാണ് നൈൽ നദി. ഈ നദി മെഡിറ്ററേനിയൻ കടലിലേക്ക് എത്തുന്നതോടുകൂടി 6600 കിലോമീറ്ററിലധികം, അതായത് 4100 മൈല് നീളം ഒഴുകുന്നുണ്ട്. ഇത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദികളിലൊന്നായിട്ട് മാറുകയാണ്. നൈൽ നദി തെക്ക് നിന്ന് വടക്കോട്ട് കിഴക്കൻ ആഫ്രിക്കയിലൂടെ ഒഴുകുന്നു. വിക്ടോറിയ തടാകത്തിലേക്ക് ഒഴുകുന്ന നദികളിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് ബ്ലൂ നൈല്, അറ്റ്ബറ, വൈറ്റ് നൈൽ എന്നിവ. ഇത് ഈജിപ്തിലെ ഹരിത തടത്തിലൂടെ ഒഴുകുകയും ഫലഭൂയിഷ്ഠമായ മണ്ണിന് മുകളിലൂടെ ശാഖകളായിട്ട് തിരിയുകയും 2 പോഷക നദികളായ ബ്ലൂ നൈലും വൈറ്റ് നൈലും ഇതിലേക്ക് ചേരുകയും ചെയ്യുന്നുണ്ട്. സുഡാനിലെ കാർട്ടൂൺ നഗരത്തിൽ വെച്ചിട്ടാണ് ബ്ലൂ നൈലും വൈറ്റ് നൈലും നൈലിലേക്ക് ചേരുന്നത്. ഈജിപ്തിലൂടെ വടക്കോട്ടൊഴുകി ഒടുവിൽ മെഡിറ്ററേനിയൻ കടലിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയായിട്ടുള്ള സഹാറ മരുഭൂമിയും കിഴക്കൻ മരുഭൂമിയുമാണ് നൈലിൻ്റെ അതിർത്തികൾ. നൈൽ എന്ന നദിയുടെ പേര് നിലോസ് എന്ന ഗ്രീക്ക് മൂലത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞു വന്നത്. അതിൻ്റെ ലാറ്റിൻ പദമാണ് നിലൂസ്, അതായത് താഴ്വര അല്ലെങ്കിൽ നദീതടം എന്നാണ് അർത്ഥം. പുരാതന ഈജിപ്തുകാർ പറയുന്നതനുസരിച്ച് വടക്കോട്ട് ഒഴുകുന്ന ഈ നദി അവർക്കും ഗ്രീക്കുകാർക്കും ഒരുപോലെ ഉപകാരപ്രദമായ നദിയായിരുന്നു.
വർഷത്തിലെ ഏറ്റവും ചൂടേറിയ സമയത്ത് അവിടെ വെള്ളപ്പൊക്കം ക്രിയേറ്റ് ചെയ്യും. അവർ നദിയെ ആറല്ലെങ്കിൽ ഔർ എന്ന് വിളിച്ചു. കറുപ്പ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. നദി വെള്ളപ്പൊക്കത്തിലായിരിക്കുന്ന സമയത്ത് വഹിച്ചു കൊണ്ടുവരുന്ന അവശിഷ്ടങ്ങളുടെ നിറത്തെ സൂചിപ്പിക്കാനാണ് ഈ ഒരു പദം ഉപയോഗിച്ചിട്ടുള്ളത്. മറ്റൊരു പേര് കെം അല്ലെങ്കിൽ കെമി എന്നാണ്. അതും കറുപ്പ് എന്നാണ് അർത്ഥമാക്കുന്നത്. നദിയിലെ അടങ്ങിയിരിക്കുന്ന അതിൻ്റെ ഫണ്ടിൻ്റെ ഇരുട്ടിനെ സൂചിപ്പിക്കാനാണ് ഈ ഒരു പദം ഉപയോഗിച്ചത്. കലപ്പ ഉപയോഗിച്ച് ചിട്ടയായ രീതിയിൽ കൃഷി ആദ്യമായിട്ട് ആരംഭിച്ചത് ഈജിപ്ഷ്യൻ സംസ്കാരത്തിലായിരുന്നു. നൈൽ നദിയുടെ സമ്മാനം എന്നാണ് ഇതിനെ അറിയപ്പെട്ടത്. ഗ്രീക്ക് ചരിത്രകാരനും ചരിത്രത്തിൻ്റെ പിതാവുമായ ഹെറഡോട്ടസ് ഇത് ശരിയാണെന്ന് കണക്കാക്കിയിട്ടുണ്ട്. കാരണം ഈജിപ്തിലെ ജനങ്ങൾ നൈൽ നദിയോട് അത്രയധികം കടപ്പെട്ടിട്ടുണ്ട്. നൈൽ നദിയിലെ വാർഷിക വെള്ളപ്പൊക്കവും ഫലഭൂയിഷ്ഠമായ ചെളി നിക്ഷേപവുമാണ് ഗ്രീക്ക് നാഗരികതയുടെ അതിജീവനത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഒരു നദി എങ്ങനെയാണ് നാഗരികതയ്ക്ക് ജന്മം നൽകിയെന്ന് നോക്കുമ്പോൾ എല്ലാ പുരാതന നാഗരികതകളും നദീതടങ്ങളിലാണ് ഉയർന്നു വന്നെന്ന് കാണാൻ പറ്റും. അതിന് വ്യക്തമായ കാരണമുണ്ടായിരുന്നു. ഒന്നാമതായിട്ട് മനുഷ്യൻ്റെ ഗ്രാനൈറ്റ് അഭയകേന്ദ്രങ്ങളിലെല്ലാം തന്നെ കാലാവസ്ഥ ചൂടുപിടിച്ച് ക്രമേണ അവ നദീതടങ്ങളിലേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. ജലം, ഭക്ഷണത്തിനുള്ള മത്സ്യം, ഭക്ഷ്യവിഭവങ്ങൾ വളർത്താനുള്ള ഫലഭൂയിഷ്ഠമായ ഭൂമി, ഇവയുടെ ലഭ്യത മനുഷ്യനെ നദീതടങ്ങളിലേക്ക് സ്ഥിരതാമസമാക്കാൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നൈൽ നദി പുരാതന ഈജിപ്തിലെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ജീവനാഡിയും അടിസ്ഥാനവുമായിരുന്നു. നൈൽ നദിയാണ് ഈജിപ്തിനെ ഗർഭം ധരിച്ചത്, അതിനെ പോഷിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്തത്. ഈ നദി ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും ഐക്യത്തിൻ്റെയും വളർച്ചയ്ക്ക് സഹായകമായി. ഇത് ആത്യന്തികമായി നൈൽ താഴ്വരയിലെ ഓരോ ഗ്രൂപ്പിൻ്റെയും സവിശേഷതകളെ എടുത്തു കാണിക്കുന്നുണ്ട്. ശാസ്ത്രം, കല, സമ്പദ് വ്യവസ്ഥ, മതം, സംസ്കാരം, രാഷ്ട്രീയം എന്നിവയുൾപ്പെടെ ഈജിപ്ഷ്യൻ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും നൈൽ സ്വാധീനിക്കുകയോ ബാധിക്കുകയോ ചെയ്തു. കൂടാതെ ഈ നദി ഈജിപ്തിന് അതിൻ്റേതായ സവിശേഷതകൾ നൽകി. ഇനി നൈൽ നദിയുടെ ജോഗ്രാഫിക്കൽ ഫീച്ചേഴ്സാണ് നോക്കാനുള്ളത്. The river Nile played a crucial part in the development of ancient Egypt. As mentioned earlier, apart from Egypt, the Nile runs through or along the border of 10 other African countries: Burundi, Tanzania, Rwanda, the Democratic Republic of Congo, Kenya, Uganda, Sudan, Ethiopia, and South Sudan. Large silt deposit resulting from regular floods. The soil of Nile Delta between Cairo and the Mediterranean Sea is rich in nutrients. From time immemorial, much of Egypt's food has been produced in this delta region. A better part of Egypt is desert, but along the Nile River, the Nile is rich and fertile for growing crops. The three most important crops cultivated in the banks of river Nile were wheat, flax, and papyrus. The effective and managed annual flooding of Nile through the appropriating scheduling agricultural activities. നൈൽ നദിയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷത നോക്കുമ്പോൾ നൈൽ നദി ഈജിപ്തിൻ്റെ വളർച്ചയിൽ നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട്. പുരാതന ഈജിപ്തിൻ്റെ വികസനത്തിൽ നൈൽ നദിയുടെ പ്രാധാന്യം ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. നൈൽ നദി ഈജിപ്തിനെ കൂടാതെ മറ്റ് 10ഓളം രാജ്യങ്ങളുടെ ബോർഡറിലൂടെ നൈൽ നദി ഒഴുകുന്നുണ്ട്. ബുറുണ്ടി, ടാൻസാനിയ, റുവാണ്ട, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, കെനിയ, ഉഗാണ്ട, സുഡാൻ, എത്യോപ്യ, ദക്ഷിണ സുഡാൻ എന്നിവയാണ് നൈൽ നദി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ. വർഷം തോറും ഉണ്ടാകുന്ന വെള്ളപ്പൊക്കത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ചെളി നിക്ഷേപം കാരണം നൈൽ ഡെൽറ്റയുടെ മണ്ണ് ഫലഭൂയിഷ്ഠമായ മണ്ണായിട്ട് മാറുന്നു. കെയ്റോയ്ക്കും മെഡിറ്ററേനിയൻ കടലിനും ഇടയിലുള്ള പ്രദേശം പോഷകങ്ങളാൽ സമ്പുഷ്ടമാണ്. പുരാതന കാലം മുതൽ ഈജിപ്തിലെ ഭക്ഷണത്തിൻ്റെ ഭൂരിഭാഗവും അതിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടവയാണ്. ആദ്യകാലങ്ങളിൽ തന്നെ വർഷം തോറും ഉണ്ടാകുന്ന വെള്ളപ്പൊക്കത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന വലിയ ചെളി നിക്ഷേപത്തിലൂടെ ഈ പ്രദേശത്ത് ഫലഭൂയിഷ്ഠമായ മണ്ണ് സ്വരൂപിക്കപ്പെടുകയും ഇവിടെ നല്ല രീതിയിൽ വിളകൾ വളരാനുള്ള അനുയോജ്യമായ പ്രദേശമായിട്ട് മാറുകയും ചെയ്യുന്നു. നൈൽ നദിയുടെ തീരത്ത് കൃഷി ചെയ്യുന്ന 3 പ്രധാനപ്പെട്ട വിളകളാണ് വീറ്റും
ഫ്ലാക്സും പാപ്പറസും. നല്ല രീതിയിലുള്ള ചിട്ടയായ കാർഷിക പ്രവർത്തനത്തിലൂടെ വാർഷിക വെള്ളപ്പൊക്കത്തെ അതിജീവിച്ചുകൊണ്ടുള്ള കൃഷി രീതികൾ അവർ മുന്നോട്ട് വെച്ചു. നൈൽ നദിയുടെ പച്ചപ്പ് നിറഞ്ഞ നദീതീരങ്ങളും അത് ഒഴുകുന്ന തരിശായ ഭൂമിയും തമ്മിലുള്ള വൈരുദ്ധ്യം ഒരു ആകാശ കാഴ്ചയാണ്. പുരാതന ഈജിപ്തിൻ്റെ വികസനത്തിൽ നൈൽ നദി നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. വിത്ത് ഇറ്റ്സ് നാച്ചുറൽ ബൗണ്ടറീസ് the region was reasonably free from the outside attack from early days. The Sahara Desert to the west, the mountainous eastern desert and Red Sea to the east, the Mediterranean Sea urging the marshy delta to the north, and the cataracts to the south are its natural borders. The Nile also served as an important transportation route for thousands of years. It served as a valuable transportation route for inland navigation and foreign trade. The Nile protected Egypt and its people from any external penetration. പടിഞ്ഞാറ് പർവ്വത പ്രദേശവും കിഴക്കൻ മരുഭൂമിയും കിഴക്ക് ചെങ്കടലും വടക്ക് ചതുപ്പ് നിലമായ ഡെൽറ്റയുടെ അരികിലുള്ള മെഡിറ്ററേനിയൻ കടലും തെക്ക് ഇത്തരത്തിലുള്ള സ്വാഭാവികമായ അതിർത്തികളോട് കൂടിയ ഒരു പ്രദേശമാണ് ഈജിപ്ത്. ആയിരക്കണക്കിന് വർഷങ്ങളായി നൈൽ ഒരു പ്രധാന ഗതാഗത മാർഗമായിട്ട് പ്രവർത്തിച്ചു. ഉൾനാടൻ നാവിഗേഷനും വിദേശ വ്യാപാരത്തിനും വിലപ്പെട്ട സംഭാവനകൾ നൽകിയ ഒരു നദിയായിരുന്നു നൈൽ നദി. നൈൽ നദി ഈജിപ്തിനെയും അതിലെ ജനങ്ങളെയും ഏതെങ്കിലും ബാഹ്യ നുഴഞ്ഞുകയറ്റത്തിൽ നിന്ന് സംരക്ഷിച്ചു. വാർഷിക മൺസൂൺ എത്യോപ്യൻ ഉയർന്ന പ്രദേശങ്ങളിൽ വൻതോതിലുള്ള മഴയ്ക്ക് കാരണമായി. ഈ മഴയുടെ 90% ബ്ലൂ നൈലും അദ്ബറ നൈലും ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിൽ നൈലിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഈ കാലയളവിൽ സോബാറ്റ്, വൈറ്റ് നൈൽ എന്നിവയിലൂടെ നൈൽ ഒഴുകി മെഡിറ്ററേനിയനിലേക്ക് ചേരുകയാണ് ചെയ്യുന്നത്. ഈ നദികൾ മാത്രം നൈൽ നദിയിലെ ജലത്തിൻ്റെ ഉയർച്ചയ്ക്ക് കാരണമാകുകയും അതിലെ അവശിഷ്ടങ്ങളുടെ വലിയ ഭാഗങ്ങൾ നൈൽ തടത്തിൽ നിക്ഷേപിക്കപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ മഴക്കാലം കഴിഞ്ഞാൽ ഈ പ്രദേശം നൈൽ നദിയുടെ തീരം ഫലഭൂഷ്ടമായിട്ടുള്ള തീരമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി നൈൽ നദിയിലെ വെള്ളപ്പൊക്കത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.